Hello students, I am CGCL from Christ College. Now I am introducing a new subject called Working Capital Management. You have already studied the concept of working capital in your financial management subject. Today I am going to introduce the concept working capital. We have already known every firm requires two types of asset. What are the two types of asset a firm requires? What are they? What are the different types of asset we have already seen in the balance sheet? What are the different types of asset you can see in the balance sheet? What are they? Okay, fixed assets and current asset. Fixed assets and current asset. Money invested in fixed asset is called fixed capital. Money invested in fixed asset is called fixed capital. What are the fixed assets? What are the examples of fixed asset? Okay, plant and machinery, land and building, furniture, etc. These are all fixed assets. For purchasing these kinds of asset, every firm requires certain amount of money. The amount is called fixed capital. Fixed capital, otherwise known as long-term capital, block capital, etc. Then we can introduce our next concept. This is important to us. Money invested in current assets. If a person invests or a firm invests money in current assets, that is called working capital. Working capital is the money invested in current assets. That is working capital. Working capital is also known as short-term capital. അപ്പോൾ നമ്മൾ പറഞ്ഞത് ഒരു ഫേമിന് ഫോർ ഇറ്റ്സ് ഓപ്പറേഷൻ ടു കൈൻഡ്സ് ഓഫ് അസറ്റ്സ് ആർ റിക്വയർഡ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു ഫിക്സഡ് അസറ്റ്സും കറണ്ട് അസറ്റ്സും. ഫിക്സഡ് അസറ്റ്സ് അക്വയർ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ ഫിക്സഡ് അസറ്റ്സിലുള്ള ഇൻവെസ്റ്റ്മെന്റിനെയാണ് നമ്മൾ പറയുക ഫിക്സഡ് ക്യാപിറ്റൽ. കറണ്ട് അസറ്റ്സിലുള്ള ഇൻവെസ്റ്റ്മെന്റിനെയാണ് നമ്മൾ പറയുക വർക്കിംഗ് ക്യാപിറ്റൽ. എനിവേ നമ്മളിവിടെ വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെന്റ് ആണ് പഠിക്കുന്നത്. അപ്പോൾ നമുക്ക് വർക്കിംഗ് ക്യാപിറ്റലിനാണ് നമ്മളിവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. Then, ഇനി എന്താണ് വർക്കിംഗ് ക്യാപിറ്റൽ? വാട്ട് ഈസ് ദ മീനിങ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ? വർക്കിംഗ് ക്യാപിറ്റൽ ഇസ് ദ മണി നീഡഡ് ഫോർ മീറ്റിംഗ് ഡേ ടു ഡേ ഓപ്പറേഷൻസ് ഓഫ് എ ബിസിനസ് കൺസേൺ. ഒരു ബിസിനസ് കൺസേണിന്റെ ഡേ ടു ഡേ ഓപ്പറേഷൻസ് മീറ്റ് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള മണി, ദാറ്റ് ഈസ് വർക്കിംഗ് ക്യാപിറ്റൽ. വർക്കിംഗ് ക്യാപിറ്റൽ ഇസ് ദ മണി നീഡഡ് ഫോർ meeting day-to-day operation. What are the day-to-day operations we have to incur? What are they? The regular business operations are purchase of material, payment of salary, wages, etc. Advertising, rent. These are all the kinds of day-to-day operation. These are to be met by വർക്കിംഗ് ക്യാപിറ്റൽ. അപ്പോൾ ഒരു ഫേമിൻ്റെ ഡേ ടു ഡേ ഓപ്പറേഷൻസ് മീറ്റ് ചെയ്യാൻ നമുക്ക് ആവശ്യമായിട്ടുള്ള മണിയെയാണ് നമ്മൾ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയാം. ഇനി എന്താണ് നമ്മുടെ ഡേ ടു ഡേ ഓപ്പറേഷൻസ്? പർച്ചേസ് ഓഫ് റോ മെറ്റീരിയൽ, അല്ലെ? റോ മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ദീസ് ആർ ദ മെറ്റീരിയൽ റിക്വയർഡ് ഫോർ മീറ്റിംഗ് ദ റിക്വയർമെന്റ്സ് ഓഫ് പ്രൊഡക്ഷൻ. പ്രൊഡക്ഷൻ ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽ. വൈ വി യൂസ് റോ? മെറ്റീരിയലിനോട് കൂടി എന്തിനാണ് നമ്മൾ റോ എന്ന് ചേർക്കുന്നത്? ബിഫോർ ദ പ്രൊഡക്ഷൻ മെറ്റീരിയൽ ആർ ഇൻ ദ നേച്ചർ ഓഫ് റോ, അല്ലെ? റോയാണ്. ദെൻ ഡ്യൂറിങ് ദ പ്രൊഡക്ഷൻ നടക്കുന്ന സമയത്ത് നമ്മൾ മെറ്റീരിയലിനെ പറയാ വർക്ക് ഇൻ പ്രോഗ്രസ്, വർക്ക് ഇൻ പ്രോഗ്രസ് ഓർ വർക്ക് ഇൻ പ്രോസസ്. ആൻഡ് ആഫ്റ്റർ ദ പ്രൊഡക്ഷൻ വി ക്യാൻ കോൾ ഇറ്റ് ആസ് ഫിനിഷ്ഡ് പ്രോഡക്റ്റ്. ദേ ആർ ദ ഗുഡ്സ് റെഡി ഫോർ സെയിൽ. അപ്പോൾ നമ്മൾ പറഞ്ഞത് 3 കോൺസെപ്റ്റ് ആണ് നമ്മളുടെ മെറ്റീരിയലിനുള്ളത്. ഫസ്റ്റ് വൺ റോ മെറ്റീരിയൽ. ബിഫോർ പ്രൊഡക്ഷൻ നമ്മൾ അതിനെ പറയും റോ മെറ്റീരിയൽ. ഡ്യൂറിങ് ദ പ്രൊഡക്ഷൻ, ഇൻ ബിറ്റ്വീൻ ദ പ്രൊഡക്ഷൻ വി ക്യാൻ കോൾ ഇറ്റ് ആസ് വർക്ക് ഇൻ പ്രോഗ്രസ്. ആൻഡ് ആഫ്റ്റർ ദ പ്രൊഡക്ഷൻ വി ക്യാൻ കോൾ ഇറ്റ് ആസ് ഫിനിഷ്ഡ് പ്രോഡക്റ്റ്. ഫിനിഷ്ഡ് പ്രോഡക്റ്റ് ആർ മെന്റ് ഫോർ സെയിൽ. ദെൻ അക്കോർഡിംഗ് ടു ഷുബിൻ, important definition ആണ്. According to Shubin, working capital is the amount of funds necessary to cover the cost of operating the enterprise. Must ആയിട്ട് നമ്മൾ ഈ ഡെഫിനിഷൻ പഠിച്ചിരിക്കണം. According to Shubin, working capital is the amount of funds necessary to cover the cost of operating the enterprise. ഒരു എന്റർപ്രൈസസിന്റെ കോസ്റ്റ് ഓഫ് ഓപ്പറേഷൻ കവർ ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള
amount of money or fund, that is the working capital. Once again, working capital is the amount of funds necessary to cover the cost of operating the enterprise. The concept of working capital firstly introduced by Karl Marx. It is firstly introduced by Karl Marx. But the definition is provided. We have to learn Shubin's definition. Then we can more detail about the working capital concept. Working capital refers to that part of the firm's capital which is required for financing short-term or current assets such as cash, marketable securities, debtors, and inventories. Working capital is a part of firm's capital. We have studied there are two types of capital required for a firm. That is fixed capital and working capital. So working capital is one of the important part of a firm's capital. These are required. For what purpose these are required? For financing short term or current asset. നമുക്ക് ഷോർട്ട് ടേം അസറ്റുകൾ അല്ലെങ്കിൽ കറണ്ട് അസറ്റുകളെ ഫിനാൻസ് ചെയ്യാനാണ് വർക്കിംഗ് ക്യാപിറ്റൽ. ഏതാണ് ഈ കറണ്ട് അസറ്റ്? ക്യാഷ്, മാർക്കറ്റബിൾ സെക്യൂരിറ്റീസ്, ഡെറ്റേഴ്സ് ആൻഡ് ഇൻവെന്ററീസ്. ഇതെല്ലാം നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കും. ക്യാഷ് എന്താണെന്ന് നമുക്കറിയാം. മാർക്കറ്റബിൾ സെക്യൂരിറ്റീസ് ആർ ദോസ് അസറ്റ് വിച്ച് ആർ റെഡിലി കൺവേർട്ടബിൾ. നമുക്ക് പെട്ടെന്ന് തന്നെ ക്യാഷാക്കി മാറ്റാൻ പറ്റുന്ന സെക്യൂരിറ്റികളെയാണ് നമ്മൾ മാർക്കറ്റബിൾ സെക്യൂരിറ്റീസ് എന്ന് പറയാം. Then debtors എപ്പോഴും ഉണ്ടാവും? ഔട്ട് ഓഫ് ക്രെഡിറ്റ് സെയിൽ. വെൻ ദ ഫേം മേക്സ് സെയിൽസ് ഓൺ ക്രെഡിറ്റ് ബേസിസ്. അപ്പോഴാണ് ആര് വരിക നമുക്ക് ഫേമിൽ? ഡെറ്റേഴ്സ് വരിക. ഫേം എപ്പോഴാണ് ക്രെഡിറ്റ് സെയിൽസ് നടത്തുന്നത് അപ്പോഴാണ് നമുക്ക് ഡെറ്റേഴ്സ് വരിക. ഡെറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് മണി തരാനുള്ള നമ്മുടെ കസ്റ്റമേഴ്സ് ആണ് ഡെറ്റേഴ്സ്. ആൻഡ് ഇൻവെന്ററീസ് എന്ന് പറഞ്ഞാൽ അറ്റ് ദ എൻഡ് ഓഫ് ദ പീരീഡിൽ നമ്മളുടെ ബുക്സ് ഓഫ് അക്കൗണ്ടിലുള്ള സ്റ്റോക്ക്, that is the inventory. These are all in the nature of current assets. Why these are called current assets? These are readily converted into cash. So these are known as short term assets or current assets. പെട്ടെന്ന് ക്യാഷ് അല്ലെങ്കിൽ ക്യാഷാക്കി മാറ്റാൻ പറ്റുന്ന ക്യാഷ് ടേംസിലുള്ള അസറ്റുകളെയാണ് നമ്മൾ ഷോർട്ട് ടേം അസറ്റ്, കറണ്ട് അസറ്റ്സ് എന്നൊക്കെ നമ്മൾ പറയാം. Funds thus invested in current assets keep revolving fast and are constantly converted into cash, and this cash flow out again in exchange for other current assets. Working capital in this sense known as revolving capital or circulating capital or short-term capital. Working capital is otherwise called revolving capital or circulating capital. What are the reasons for it? Important question ആണ്. എന്തുകൊണ്ടാണ് വർക്കിംഗ് ക്യാപിറ്റലിനെ റിവോൾവിംഗ് ക്യാപിറ്റൽ അല്ലെങ്കിൽ സർക്കുലേറ്റിംഗ് ക്യാപിറ്റൽ എന്ന് നമ്മൾ പറയുന്നത്? എന്തുകൊണ്ടാണ്? റീസൺ ഇതാണ്. നമ്മൾ കറണ്ട് അസറ്റ്സിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള മണി അതിങ്ങനെ റിവോൾവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ സർക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം എവറി ട്രാൻസാക്ഷൻസ് വി ക്യാൻ ബിഗിൻ വിത്ത് അവർ ക്യാഷ് അല്ലേ. നമ്മൾ ഏതൊരു ട്രാൻസാക്ഷനും സ്റ്റാർട്ട് ചെയ്യുന്നത് ക്യാഷ് വെച്ചിട്ടാണ്. നമ്മളൊരു പ്രൊഡക്ഷൻ നടത്തുമ്പോൾ ആദ്യം തന്നെ നമ്മൾ ക്യാഷ് കൊടുത്ത് റോ മെറ്റീരിയൽ വാങ്ങുന്നു. ആ റോ മെറ്റീരിയൽ പിന്നെ വർക്ക് ഇൻ പ്രോഗ്രസ് ആയിട്ട് മാറുന്നു. ആഫ്റ്റർ ദ പ്രൊഡക്ഷൻ ഇറ്റ് ബിക്കംസ് ഫിനിഷ്ഡ് ഗുഡ്. then they are ready for sale. ഇങ്ങനെയല്ലേ നമ്മൾ പറഞ്ഞത്? ആദ്യം ക്യാഷ് എടുത്ത് നമ്മൾ മെറ്റീരിയൽ വാങ്ങി, then വർക്ക് ഇൻ പ്രോഗ്രസ് ആയി. വർക്ക് ഇൻ പ്രോഗ്രസ് പിന്നീട് ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് ആയിട്ട് മാറി. ഈ ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് നമ്മൾ സെയിൽ ചെയ്യാണ്. സെയിൽ മേ ബി ടേക്കൺ പ്ലേസ് ഓൺ ദ ബേസിസ് ഓഫ് ക്യാഷ് സെയിൽസ് ആൻഡ് ക്രെഡിറ്റ് സെയിൽസ് അല്ലേ. അപ്പൊ രണ്ട് തരം സെയിൽസ് നമുക്ക് നടത്താം. ക്യാഷ് സെയിൽസും വരാം, ക്രെഡിറ്റ് സെയിൽസും വരാം. ക്യാഷ് സെയിൽസ് ആണെങ്കിൽ നമുക്ക് ഉടനടി ക്യാഷ് കിട്ടുന്നു, ഇമ്മീഡിയറ്റ് ക്യാഷ് കിട്ടുകയാണ്. അതേസമയം ക്രെഡിറ്റ് സെയിൽസ് ആണെങ്കിൽ നമുക്ക് ആര് വരുന്നു? ഡെറ്റേഴ്സ്. അവർ ചിലപ്പോൾ 2 or 3 അല്ലെങ്കിൽ 1 year ഒക്കെ എടുത്തിട്ടായിരിക്കും പേയ്മെന്റ് നടത്താം. അപ്പോഴാണ് നമുക്ക് ഡെറ്റേഴ്സ് വരാം. ദെൻ ഡെറ്റേഴ്സ് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും ക്യാഷായി. ഈ ക്യാഷ് ഉപയോഗിച്ച് വീണ്ടും നമ്മൾ എന്ത് ചെയ്യുന്നു? മെറ്റീരിയൽ വാങ്ങുന്നു, വീണ്ടും വർക്ക് ഇൻ പ്രോഗ്രസ് ആകുന്നു, വീണ്ടും ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് ആകുന്നു, വീണ്ടും വിൽക്കുന്നു, ഡെറ്റേഴ്സ് വരുന്നു, ക്യാഷ് റിയലൈസ് ചെയ്യുന്നു, വീണ്ടും നമ്മൾ മെറ്റീരിയൽ വാങ്ങുന്നു. ഈ പ്രോസസ് ഇങ്ങനെ റിവോൾവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ സർക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 1 by 1 ഒരു സൈക്കിൾ ഫോമിലാണ് ഇത് നടന്നുകൊണ്ടിരിക്കുന്നത്. സോ ഇൻ ദിസ് വേ വർക്കിംഗ് ക്യാപിറ്റൽ ഈസ് കോൾഡ് റിവോൾവിംഗ് ക്യാപിറ്റൽ ഓർ സർക്കുലേറ്റിംഗ് ക്യാപിറ്റൽ. ഒരു സൈക്ലിക്കൽ എന്താ പറയുക, ഇങ്ങനെ കണ്ടിന്യൂസ് അതിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ആസ് എ സൈക്കിൾ. അതുകൊണ്ടാണ് അതിനെ സർക്കുലേറ്റിംഗ് ക്യാപിറ്റൽ ഓർ റിവോൾവിംഗ് ക്യാപിറ്റൽ എന്ന് നമ്മൾ പറയണേ. Then we can discuss about the nature of working capital. What are the nature, features or characteristics of working capital?
First one, working capital is the money needed for meeting day-to-day operation. We have already learned. Working capital is the money needed for day-to-day operation. നമുക്ക് day-to-day operations meet ചെയ്യാം. Raw material വാങ്ങുക, salary കൊടുക്കുക, wage കൊടുക്കുക, അങ്ങനെയുള്ള ആവശ്യങ്ങൾ meet ചെയ്യാനാണ് working capital. Then working capital in the general sense we can say it as investment in current assets. Current assets ഇലുള്ള ഇൻവെസ്റ്റ്മെന്റിനെയാണ് നമ്മൾ പറയുക വർക്കിംഗ് ക്യാപിറ്റൽ. ദാറ്റ് ഈസ് ക്യാഷ്, മാർക്കറ്റബിൾ സെക്യൂരിറ്റി, ഇൻവെന്ററി, ഡെറ്റേഴ്സ്, ബിൽസ് റിസീവബിൾ, ഇങ്ങനെയുള്ള കറന്റ് അസറ്റിലുള്ള ഇൻവെസ്റ്റ്മെന്റിനെയാണ് നമ്മൾ പറയുക വർക്കിംഗ് ക്യാപിറ്റൽ. വേരിയേഷൻസ് മേ ഇൻകർ ഇൻ ദ വർക്കിംഗ് ക്യാപിറ്റൽ. ഈ വർക്കിംഗ് ക്യാപിറ്റൽ അല്ലെങ്കിൽ കറണ്ട് അസറ്റ്സ് എപ്പോഴും വാരി ചെയ്തുകൊണ്ടിരിക്കും. കാരണം എന്താ, നമ്മൾ പറഞ്ഞു ക്യാഷ് അല്ലെങ്കിൽ ക്യാഷിനോട് അടുത്ത് നിൽക്കുന്ന ഐറ്റങ്ങളെയാണ് അല്ലെങ്കിൽ 1 ഇയറിനുള്ളിൽ കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന ഐറ്റങ്ങളാണ് കറണ്ട് അസറ്റ്സ്. അപ്പൊ ഡെറ്റേഴ്സ് പേയ്മെന്റ് നടത്തി കഴിഞ്ഞാലോ, അല്ലെ, ഡെറ്റേഴ്സ് ഈസ് വൺ ഓഫ് ദി പാർട്ട് ഓഫ് കറണ്ട് അസറ്റ്. അപ്പൊ ഡെറ്റേഴ്സ് പേയ്മെന്റ് നടത്തി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബില്ല് ക്ലിയർ ആയി അല്ലെങ്കിൽ നമ്മൾ പർച്ചേസസ് നടത്തി, എപ്പോഴും ഈ വർക്കിംഗ് ക്യാപിറ്റൽ അതുകൊണ്ട് തന്നെ നമ്മളുടെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. വേരിയേഷൻസ് ഇൻ കറണ്ട് അസറ്റ്സ് മേ ഇൻകർ. അതായത് കറണ്ട് അസറ്റ്സ് എന്ന് പറയുന്നത് എപ്പോഴും കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിൽ എപ്പോഴും വേരിയേഷൻ ഉണ്ടാവും. വി ക്യാൻ സീ അവർ ലിക്വിഡിറ്റി പൊസിഷൻ ബൈ വേ ഓഫ് ലുക്കിംഗ് ഓൺ ദ കറണ്ട് അസറ്റ്സ് ഓർ വർക്കിംഗ് ക്യാപിറ്റൽ. ഈ വർക്കിംഗ് ക്യാപിറ്റൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഫേമിന്റെ ലിക്വിഡിറ്റി പൊസിഷൻ അറിയാനായിട്ട് സാധിക്കും. എന്താണ് ഈ ലിക്വിഡിറ്റി പൊസിഷൻ? ലിക്വിഡിറ്റി എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ദ അബിലിറ്റി ടു കൺവേർട്ട് ദ ഐറ്റം ഇൻ ടു ക്യാഷ്. ദാറ്റ് ഈസ് ലിക്വിഡിറ്റി. ലിക്വിഡിറ്റി എന്ന് പറഞ്ഞാൽ ഒരു ഐറ്റത്തെ ക്യാഷ് ആക്കി മാറ്റാനുള്ള അബിലിറ്റിയാണ് ലിക്വിഡിറ്റി. ഇറ്റ് ഈസ് ദ അബിലിറ്റി ഓഫ് എ ഫേം ടു കൺവേർട്ട് ദ ഐറ്റം ഇൻ ടു ക്യാഷ്. ദാറ്റ് ഈസ് ലിക്വിഡിറ്റി. അപ്പോൾ ഒരു ഫേമിന് എത്രമാത്രം ക്യാഷ് ഉണ്ട് അല്ലെങ്കിൽ ക്യാഷ് അവൈലബിൾ ആണ് അല്ലെങ്കിൽ ക്യാഷ് എത്രമാത്രം വേഗത്തിൽ കൺവേർട്ട് ചെയ്യാൻ പറ്റും, അങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്ന ഒന്നാണ് വർക്കിംഗ് ക്യാപിറ്റൽ. വർക്കിംഗ് ക്യാപിറ്റൽ നോക്കുക വഴി വി ക്യാൻ സീ ദ ലിക്വിഡിറ്റി പൊസിഷൻ ഓഫ് എ ബിസിനസ് കൺസേൺ. Then financing of working capital. Working capital is the money needed for meeting the day-to-day operation. How we can raise funds for working capital. എവിടെ നിന്ന് നമുക്ക് വർക്കിംഗ് ക്യാപിറ്റലിനുള്ള മണി കിട്ടും? വർക്കിംഗ് ക്യാപിറ്റൽ ക്യാൻ ബി ഫിനാൻസ്ഡ് ത്രൂ ഷോർട്ട് ടേം സോഴ്സസ് ആൻഡ് ലോങ് ടേം സോഴ്സസ്. ഷോർട്ട് ടേം സോഴ്സസ് വഴി, അതായത് നമ്മളുടെ കൊമേഴ്സ്യൽ ബിൽസ്, അതുപോലെ തന്നെ കൊമേഴ്സ്യൽ പേപ്പർ, സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ്, നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നെക്സ്റ്റ് യൂണിറ്റിൽ നമുക്ക് പഠിക്കാം. അപ്പൊ അങ്ങനെയുള്ള ഷോർട്ട് ടേം സോഴ്സസ് വഴി വർക്കിംഗ് ക്യാപിറ്റൽ കണ്ടെത്താം. അതുപോലെ ലോങ് ടേം സോഴ്സസ് വഴിയും നമുക്കൊരു പാർട്ട് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ നമുക്ക് കണ്ടെത്താം. ലോങ് ടൈം ആൻഡ് ഷോർട്ട് ടൈം സോഴ്സ് വഴി വർക്കിംഗ് ക്യാപിറ്റൽ നമുക്ക് ഫിനാൻസ് ചെയ്യാം. ഇപ്പൊ ഇത്ര പഠിച്ചാൽ മതി, കാരണം ഫിനാൻസിങ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട്. Then what are the scope of working capital? What are the areas covered under working capital? ഈ വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെന്റിൽ എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോണേ? അല്ലെങ്കിൽ ത്രൂ ഔട്ട് ദ സബ്ജക്ട് വി ക്യാൻ ലേൺ എ ലോട്ട് ഓഫ് ചാപ്റ്റേഴ്സ് ഓർ യൂണിറ്റ്. ദാറ്റ് ഈസ് ദ സ്കോപ്പ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ. വർക്കിംഗ് ക്യാപിറ്റൽ എന്നുള്ള കോൺസെപ്റ്റിൽ വരുന്ന കാര്യങ്ങളാണ് നമ്മൾ പറയാൻ പോണേ. റിസീവബിൾ മാനേജ്മെന്റ്, പേയബിൾ മാനേജ്മെന്റ്, ഇൻവെന്ററി മാനേജ്മെന്റ് എക്സെട്ര. What are the scope of working capital? Receivable management, payable management, inventory management, etc. ഇതൊക്കെ നമ്മൾ നമ്മുടെ ലേറ്റർ ക്ലാസ്സിൽ നമ്മൾ പഠിക്കും. അതുകൊണ്ട് ഇപ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ട് മിസ് ഒന്നും പറയുന്നില്ല. ദെൻ കൺസെപ്റ്റ്സ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ. വർക്കിംഗ് ക്യാപിറ്റലിൽ 2 കോൺസെപ്റ്റ് ആണുള്ളത്, ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റൽ ആൻഡ് നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ. ഇതും നമ്മളുടെ നെക്സ്റ്റ് ക്ലാസ്സിൽ വരുന്നുണ്ട്, ഡീറ്റെയിൽഡ് ആയിട്ട് അപ്പോൾ പറയാം. കോൺസെപ്റ്റ്സ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ. ദർ ആർ 2 കോൺസെപ്റ്റ്സ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ, gross working capital and net working capital. Then current assets are interrelated. നമ്മളറിയാം current assets are cash, marketable securities, debtors, bills receivable, inventory, etc. These are all interrelated. എന്ന് പറയാൻ കാരണം എന്താണ്? ഇപ്പോൾ നമ്മൾ ഇൻവെന്ററി അല്ലെ, ഗുഡ്സ് നമ്മൾ സെയിൽ ചെയ്യുമ്പോഴാണ് നമുക്ക് ഡെറ്റേഴ്സ് വരുന്നത്. ഡെറ്റേഴ്സിൽ നിന്നാണ് നമുക്ക് ബിൽസ് റിസീവബിൾ വരുന്നത്. പേയ്മെന്റ് നടത്തുമ്പോൾ അത് ക്യാഷ് ആയിട്ട് മാറും. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ഷൻ ഉള്ള ഒന്നാണ് ഈ കറണ്ട് അസറ്റ്സ്. So we can summarize our topic in this class. We have studied introduction to working capital. Every firm requires 2 kinds of working capital, 2 types of capital, fixed capital and working capital. Working capital is the money needed for meeting the day-to-day operations like purchase of material, payment of wages, etc. Then we have studied the definition of working capital and the nature of working capital. Thank you all.